ക്രമസമാധാനം തകർക്കുകയല്ലേ. പോലീസിന് വല്ല വിലയുണ്ടോ? ബീഫ് കഴിച്ചാൽ കുഴപ്പം, അങ്ങനെയുള്ളവരെ ആക്രമിക്കുന്നു. ഒരു ഇതമായി വസ്ത്രധാരണം, തൊപ്പി വെച്ച് മതപരമായ ചിഹ്നം നിൽക്കുന്നു എന്നവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം, ഹിജാബ് വെക്കുന്നവരെ ആക്രമിക്കുന്നു, കന്യാസ്ത്രീകളുടെ ഡ്രസ്സ് ഇടുമ്പോൾ അവരെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവരെ ആക്രമിക്കുന്നു. ഈ രാജ്യത്തെ ഒരു മതപരമായി ഭിന്നിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് BJP നേതൃത്വത്തിലുള്ള ഒരു മുന്നണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. PMC എതിർക്കുന്നതിൻ്റെ കാരണം എന്താ? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ആമുഖത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് വളരെ കൃത്യമായ രീതിയിലൊരു സെക്കുലറായ ഒരു അജണ്ട അല്ല. 1ാം റാങ്ക് കിട്ടിയ കുട്ടികൾ ഉൾപ്പെടെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ റദ്ദാക്കി. അപ്പോൾ തൊഴിൽ മേഖലയിൽ ഈ സർക്കാർ ഒരു വലിയ പരാജയമായിരുന്നു എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ യുവമുഖം, നിലപാടുകളിലൂടെ പലപ്പോഴും ശ്രദ്ധേയനായ വ്യക്തിത്വം ശ്രീ M. ലിജു ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ശ്രീ M. ലിജു. നമസ്കാരം നിഖിൽ. അമ്പലപ്പുഴ മണ്ഡലം ഒരു ഇടത് കോട്ടയായി കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. എന്താണ് ഈ വർഷത്തെ ഒരു ട്രെൻഡ്? ഇപ്പോഴത്തെ ഇലക്ഷനെ അടുത്ത് വന്നിരിക്കുകയാണ്, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്? എന്താണ് താങ്കൾ ഗ്രൗണ്ട് റിയാലിറ്റിയായി മനസ്സിലാക്കുന്നത്? അമ്പലപ്പുഴ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി വിജയിച്ചു വരുന്നത് CPM ആണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ UDFൻ്റെ വലിയ മുന്നേറ്റമാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ കേവലം 11 അംഗങ്ങൾ മാത്രമായിരുന്നു UDFിനുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 50 പേരാണ്. അവിടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവിടെ നിന്നും ജയിച്ചു, LDFിൻ്റെ കയ്യിലിരുന്ന. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു സീറ്റ് മാത്രമായിരുന്നു UDFിനുണ്ടായിരുന്നത്. ഇപ്പോൾ അത് അവിടെ ഭരിക്കുന്നത് UDF ആണ്. ഒരു ഗ്രാമപഞ്ചായത്തും UDFിനുണ്ടായിരുന്നില്ല. അവിടെ 2 ഗ്രാമപഞ്ചായത്തുകൾ, പുന്നപ്ര തെക്ക് എന്ന ഇടതുപക്ഷ കോട്ട സമരഭൂമി നിൽക്കുന്ന പ്രദേശം ഉൾപ്പെടെ ഇന്ന് UDF ഭരണത്തിലാണ്, പുറക്കാട് പഞ്ചായത്ത്. അതോടൊപ്പം ആലപ്പുഴ നഗരസഭയും, അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ആലപ്പുഴ നഗരസഭയും ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ ഒരു വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. UDFിന് അനുകൂലമായി ഒരു നല്ല മാറ്റം ജനങ്ങൾക്കിടയിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തവണ അമ്പലപ്പുഴ ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിൽ നിരവധി നിയമസഭാ മണ്ഡലങ്ങൾ UDF ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കേരളം മുഴുവൻ ഒരു ട്രെൻഡ് ഉണ്ട് UDFിന് അനുകൂലമായി എന്ന് പല സർവേകളും പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തുമ്പോഴും അമ്പലപ്പുഴയെ സ്പെസിഫിക് ആയിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയം നമുക്കറിയാം, ഇടതുപക്ഷത്ത് തന്നെ 2 ചേരിയായി അല്ലെങ്കിൽ ചില എതിർസ്വരങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. എസ്പെഷ്യലി ശ്രീ G. സുധാകരൻ പാർട്ടിയോട് അല്പം വിട്ടുനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യം യഥാർത്ഥത്തിൽ UDFിന് എത്രത്തോളം അനുകൂലമായിരിക്കും? ശ്രീ G. സുധാകരൻ CPMൻ്റെ വളരെ മുതിർന്നൊരു നേതാവാണ്. വളരെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ തൻ്റേതായ സ്ഥാനം ഉള്ള ഒരു നേതാവാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി CPM നേതൃത്വത്തോട്, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ നേതൃത്വത്തോടും അമ്പലപ്പുഴയിലെ ലീഡർഷിപ്പിനോടും കൃത്യമായ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാരണങ്ങളുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായും ഞങ്ങളതിനെ കണക്കാക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമായിട്ടാണ്. ഞങ്ങളതിൽ അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് പ്രകടിപ്പിക്കേണ്ടത്. പക്ഷേ അദ്ദേഹം പൊതുവായി പ്രകടിപ്പിക്കുന്ന ചില അഭിപ്രായങ്ങൾ, അതായത് കേരളത്തിലെ CPMൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രിമിനലൈസേഷൻ, അദ്ദേഹം എടുത്തു പറയുന്നൊരു വിഷയമാണ്. ആലപ്പുഴയിലെ CPM നേതൃത്വത്തിൽ നിരവധി ക്രിമിനലുകളുണ്ട്, പൊളിറ്റിക്കൽ ക്രിമിനലുകളുണ്ട്. ക്രിമിനലൈസേഷൻ വർദ്ധിച്ചിരിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രീയ ധാർമ്മികതയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. വികസന രംഗത്ത് അദ്ദേഹം കൊണ്ടുവന്ന പല പദ്ധതികളും അട്ടിമറിക്കപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ മായ്ക്കപ്പെടുന്നു എന്ന തരത്തിൽ ഉള്ള അഭിപ്രായ പ്രകടനങ്ങൾ. അപ്പോൾ അതൊക്കെ തന്നെ പ്രസക്തമാണ്. ഞങ്ങളതിനെ ആ തരത്തിൽ മാത്രമാണ് കാണുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പൊതുസമൂഹത്തിന് പ്രസക്തമായ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യോജിക്കാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ യോജിക്കുന്നു. തിരഞ്ഞെടുപ്പ് എന്നത് ഞങ്ങൾ കണക്കാക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സർക്കാരിനെതിരായി, ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് അതിശക്തമായ ജനവികാരമുണ്ട്. അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ശരിയായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികൾ ഫോക്കസ് ചെയ്യേണ്ട മേഖലകളിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെയാണ് പൊതു അഭിപ്രായം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയായ തീരദേശ മേഖല സമ്പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു. അമ്പലപ്പുഴ ഇന്നിപ്പോൾ കരിമണൽ ഖനനത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. അത് എന്നേ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നിലവിലുള്ള ജനപ്രതിനിധി ഉൾപ്പെടെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തോട്ടപ്പള്ളി ഹാർബർ വേണ്ടത്ര വികസനം ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. ബഡ്ജറ്റിലൊക്കെ പ്രഖ്യാപനങ്ങൾ വരുന്നു എന്നതിനപ്പുറത്ത് അവിടെ ഒരു കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടായില്ല.
ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഏറ്റവും ഈ ജില്ലയിലെ തന്നെ രോഗികൾക്ക് ഏറ്റവും ആശാകേന്ദ്രമാകേണ്ട മെഡിക്കൽ കോളേജിൽ നിന്ന് വലിയ പ്രതിസന്ധികൾ നേരിടുകയാണ്. അവിടെയാണ് 5 വർഷങ്ങൾക്ക് മുമ്പ് ശസ്ത്രക്രിയക്കിടയിൽ ഒരു ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട ഉഷ ജോസഫിനെ പോലെയുള്ള ആളുകളുടെ അനുഭവങ്ങൾ അവിടെയാണ് ഉണ്ടാകുന്നത്. ഗർഭിണികൾ മരിക്കുന്നു, നവജാത ശിശുക്കൾ മരിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രവേശന കവാടം തന്നെ തകർന്നു കിടന്നിട്ട് വർഷങ്ങളായി. അതൊന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് അതുപോലും പരിഹരിക്കാൻ സാധിക്കുന്നില്ല. ബെഡില്ല, ആശുപത്രി കിടക്കയില്ല എന്നതാണ് സത്യം. ഗുരുതരമായ അപകടങ്ങൾ പറ്റിയെത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവിടെ ചികിത്സ ലഭ്യമാകുന്ന സാഹചര്യം വളരെ കുറവാണ്. അപ്പോൾ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയുണ്ട്. കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ല. അമ്പലപ്പുഴയുടെ പൊതുവികസനം, ഇപ്പോൾ KSRTC സ്റ്റാൻഡ് പോലും അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലാണ്. ആലപ്പുഴ KSRTC സ്റ്റാൻഡ് ഉൾപ്പെടെ നിൽക്കുന്നത് ഈ നിയമസഭാ മണ്ഡലത്തിലാണ്. അതൊക്കെ ഇപ്പോഴും വളരെ ജീർണാവസ്ഥയിലാണ്. അപ്പോൾ ഒരു പൊതു വികസന മുരടിപ്പ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും തിരഞ്ഞെടുപ്പിൽ നിർണായകമായ ചർച്ചയായി മാറുന്നത്. ഈ ജനപ്രതിനിധികളുടെ ശ്രദ്ധ കുറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് ഈ കഴിഞ്ഞ 5 വർഷത്തെ കാര്യമാണോ അതോ കാലങ്ങളായി ഈ മേഖലയിലെ? അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലം ഏകദേശം ഒരു 1/4 നൂറ്റാണ്ടിനടുത്തായി ഇപ്പോൾ LDF ഭരണത്തിൽ LDFൻ്റെ ജനപ്രതിനിധികളാണ്. ശ്രീ ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്തും അദ്ദേഹം ജനപ്രതിയായ സമയത്ത് അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അപ്പോഴും അവഗണിക്കപ്പെട്ട മേഖലകൾ നിരവധിയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അത് തുടരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോർട്ട്, അവിടുത്തെ അമ്പലപ്പുഴയിലെ ഹാർബർ, പുന്നപ്രയിലെ ഒരു മിനി ഫിഷിംഗ് ഹാർബറിനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ തീരദേശത്ത് വലിയ അവഗണന അപ്പോഴുമുണ്ട്, ഇപ്പോഴുമുണ്ട്. കടൽ ഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ളതിൽ പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. പട്ടികജാതി കോളനികൾ നിരവധിയുള്ള സ്ഥലമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ അങ്ങോട്ടുള്ള റോഡ് മാർഗ്ഗങ്ങൾ ഇപ്പോഴും വളരെ മോശം അവസ്ഥയിലാണ്. ആ പ്രദേശങ്ങൾക്കൊക്കെ ഒരു അസുഖം വന്നാൽ പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഉൾനാടൻ ജലപാതകൾ, അവിടുത്തെ തോടും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളിലൊന്നും തന്നെ ഒരു ശുദ്ധീകരണമോ ആഴം കൂട്ടലോ ആ ജലനിർഗമന മാർഗ്ഗങ്ങളുടെ ശരിയായ വിന്യാസമോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ മണ്ഡലത്തിന് നിരവധി വർഷങ്ങളായി തന്നെ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷം അതിൻ്റെ തോത് കൂടി എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാപ്പിത്തോട് ഇവിടെ ഏറ്റവും വലിയൊരു മാലിന്യവാഹിനിയാണ്. ഇപ്പോൾ അതിൻ്റെ ഇരുവശങ്ങളിലും പിച്ചിങ് കെട്ടി എന്നൊക്കെ പറയപ്പെടുന്നതിനപ്പുറത്ത് ഇപ്പോഴും ആ ദുർഗന്ധം, മാലിന്യം, അങ്ങോട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഇതുവരെ ഒരു പരിഹാരമുണ്ടായിട്ടില്ല. കാപ്പിത്തോടൊരു കാളിന്തി പോലെ അമ്പലപ്പുഴയുടെ ഹൃദയത്തിലൂടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇലക്ഷൻ്റെ ഒരു പൂർണ്ണ രൂപമായിട്ടില്ല, ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നായില്ല. എങ്കിൽ പോലും UDF ആണ് ഭരണത്തിലെത്തുക എങ്കിൽ LDF അമ്പലപ്പുഴയെ പ്രതിനിധീകരിക്കുന്നത് ഒരു UDF സ്ഥാനാർത്ഥിയുമാണ്, ഒരു UDF ജനപ്രതിനിധിയുമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തിനൊക്കെ ആയിരിക്കും ഒരു പ്രാധാന്യം നൽകുന്നത്? ജനപ്രതിനിധി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് മത്സരമൊക്കെ തന്നെ തീർച്ചയായിട്ടും പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് കോൺഗ്രസ് പാർട്ടിയും UDFും തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആരാണെങ്കിലും അവരാണ് മത്സരിക്കേണ്ടത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ മത്സര നിബന്ധനയൊന്നും ഉള്ള ആളല്ല. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ ഏത് ശക്തമായ പ്രദേശങ്ങളിലും മുൻകാലങ്ങളിലും ഞാൻ മത്സരിച്ചിട്ടുണ്ട്. ഇനിയാണെങ്കിലും അത് ഏറ്റെടുക്കും. അത് വേറെ പ്രശ്നം. പക്ഷേ ഒരു നാടിനെ സംബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകേണ്ടത് ആവശ്യമാണല്ലോ. അപ്പോൾ അമ്പലപ്പുഴ പോലൊരു നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല തീരദേശ മേഖല തന്നെയാണ്. വളരെ നിരവധി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ തീരദേശ മേഖലയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം, പാർപ്പിട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം, തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. അതൊരു പ്രധാന ഘടകമാണ്. മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലുള്ളത്. സ്വാഭാവികമായി അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പ്. ഇപ്പം തന്നെ വള്ളങ്ങൾ കടലിൽ പോയി മത്സ്യബന്ധനത്തിന് വലയെറിയുമ്പോൾ അവിടെ കപ്പൽ മുങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകളിൽ കുടുങ്ങി വല നശിച്ചു പോവുകയാണ്. 10-12 ലക്ഷം രൂപയാണ് ഒരു വല നഷ്ടം മൂലം ഉണ്ടാകുന്നത്. 60ഓളം തൊഴിലാളികൾക്ക് ഒരു വള്ളത്തിലെ തന്നെ തൊഴിൽ നഷ്ടപ്പെടുന്നു. അപ്പോൾ തീരമേഖലയുടെ തൊഴിൽ സുരക്ഷിതത്വം, അവർക്കുള്ള സാമ്പത്തിക സുരക്ഷിതത്വം, അതോടൊപ്പം തന്നെ ആ പ്രദേശത്തിൻ്റെ സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആരോഗ്യമേഖല ഇന്ന് സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ആരോഗ്യരംഗത്താണ്. കാരണം ഒരു അസുഖം വന്നൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാൽ ലക്ഷക്കണക്കിന് രൂപയാണ്, കുടുംബങ്ങൾ തന്നെ തകർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് പൊതുജനാരോഗ്യ സമ്പ്രദായം സിസ്റ്റം നമുക്ക് ശക്തിപ്പെടുത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടന ഒന്ന് ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാണ്. ഫാമിലി ഹെൽത്ത് സെൻ്ററുകളും താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രിയും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട മെഡിക്കൽ കോളേജും. അപ്പോൾ ഹെൽത്ത് സെക്ടറിനെ ശക്തിപ്പെടുത്തി സാധാരണക്കാരന് പ്രാപ്യമാകുന്ന തരത്തിൽ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഒരു മുൻഗണനയാണ്. വിദ്യാഭ്യാസ മേഖലയിലും സമാനമായ തരത്തിലാണ്. ഇപ്പോൾ അമ്പലപ്പുഴ ഗവൺമെൻറ് കോളേജ് 78ഓളം കുട്ടികളോ 90 കുട്ടികൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്നുള്ളതാണ് കാര്യം. കാരണം കുട്ടികൾക്ക് ആവശ്യമായ കോഴ്സുകൾ പുതിയ കാലത്തിന് അനുയോജ്യമായി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിവർത്തനം ആവശ്യമുണ്ട്. പുതിയ കോഴ്സുകൾ വേണം, തൊഴിൽ ലഭ്യമാക്കുന്ന കോഴ്സുകൾ വേണം.
അതോടൊപ്പം തന്നെ സ്കൂളുകളുടെ നിലവാരം ഉയർത്തണം. അവിടെയും പുതിയ ഇപ്പോൾ AI കാലഘട്ടത്തിലാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ പുതിയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമായ പുതിയ കാലത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസത്തെ കൊണ്ടുവരാൻ കൃത്യമായ ശ്രമങ്ങൾ ഉണ്ടാകണം. അത് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല, ചെറുപ്പം മുതൽ തന്നെ ആരംഭിക്കണം. അതുകൊണ്ട് ഏറ്റവും മികച്ച അംഗൻവാടികളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. മികച്ച തരത്തിലുള്ള സ്മാർട്ട് അംഗൻവാടികൾ, അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിന് തുടക്കം അവിടെ ഉണ്ടാകണം. കാരണം സാധാരണക്കാരൻ്റെ മക്കൾ അവിടെയാണ് പഠിക്കുന്നത്. മികച്ച പ്രൈമറി സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, മികച്ച കോളേജുകൾ, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ, സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള പരിശീലന കേന്ദ്രങ്ങൾ, അത്തരത്തിൽ പുതിയ കാലഘട്ടത്തിനനുസൃതമായി AI ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതികവിദ്യയുമായുള്ള പരിശീലന കേന്ദ്രങ്ങൾ, ഇതൊക്കെ തീർച്ചയായിട്ടും ഉയർന്നു വരണം. കാർഷിക മേഖല വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ്. അമ്പലപ്പുഴയ്ക്ക് ഒരു നല്ല കാർഷിക മേഖലയുണ്ട്. തീർച്ചയായിട്ടും ആ കാർഷിക മേഖലയിലേക്ക് എത്തുന്ന വലിയ തരത്തിൽ നെല്ല് സംഭരണം ഉൾപ്പെടെ 2 കർഷക ആത്മഹത്യകൾ നടന്നത് ആ പ്രദേശത്താണ്. കർഷകർക്ക് ആവശ്യമായ പിന്തുണ നൽകണം. അവിടെ നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഫലപ്രദമായ സംവിധാനങ്ങളുണ്ടാകണം. നെല്ല് സംഭരിക്കാൻ, ഈ കൊയ്ത്തെടുത്ത് കഴിഞ്ഞാൽ വരമ്പതിടുന്നൊരവസ്ഥയ്ക്ക് പകരം സംഭരിക്കാനുള്ള റിസർവെയറുകൾ വേണം. അത് അരിയായി പരിവർത്തനം ചെയ്യുന്ന റൈസ് മില്ലുകൾക്ക് വലിയ സാധ്യതയുള്ളൊരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ അമ്പലപ്പുഴ. അപ്പോൾ അത്തരത്തിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തണം. പിന്നോക്ക പ്രദേശങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പട്ടികജാതി കോളനികൾ നിരവധിയുള്ള പ്രദേശമാണ് അമ്പലപ്പുഴ. അവിടേക്കുള്ള റോഡ് സൗകര്യങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ തകർന്നു കിടക്കുന്ന വീടുകളാണ്. 4 ലക്ഷം രൂപ എന്നുള്ള ഇതുകൊണ്ട് അവർക്ക് വീട് വെക്കാൻ സാധിക്കുന്നില്ല. കാരണം അങ്ങോട്ട് എത്തിച്ചെല്ലണമെങ്കിൽ തന്നെ കൂലിച്ചെലവ് തന്നെ വളരെ വളരെ കൂടുതലാണ്. അപ്പം കൊണ്ട് നല്ല റോഡ് സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഭവന നിർമ്മാണ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ കൂടുതൽ സഹായം, പ്രത്യേകമായ ഭവന നിർമ്മാണ പദ്ധതികൾ പ്രദേശത്തിനനുസരിച്ച് കൂടുതൽ ധനസഹായങ്ങൾ നമുക്ക് നൽകേണ്ടതുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സ്കോളർഷിപ്പുകൾ, അവർക്കാവശ്യമായ കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അങ്ങോട്ടുള്ള വൈദ്യുതിയുടെ മുടക്കാതെയുള്ള വൈദ്യുതി കണക്ഷനുകൾ, പുതിയ ടെക്നോളജിയുമായിട്ട് അവരെ പരിചയപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു ഫോക്കസ് ഏരിയ തന്നെ യഥാർത്ഥത്തിൽ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഈ പട്ടികജാതി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾ നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് വലിയ ഒരു ഫോക്കസ് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അമ്പലപ്പുഴയുടെ സാധ്യതകൾ, അത് ആത്മീയ കേന്ദ്രങ്ങൾ കൂടിയാണ്. എല്ലാ തരത്തിലുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ഇപ്പോൾ പുറക്കാട് പള്ളി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളുണ്ട്. ആലപ്പുഴ നഗരത്തിലെ തന്നെ വളരെ പ്രശസ്തമായ മുസ്ലിം ദേവാലയങ്ങളുണ്ട്, ക്രൈസ്തവ ദേവാലയങ്ങളുണ്ട്. അപ്പോൾ ഒരു ആത്മീയതയ്ക്കും അതിനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം ടൂറിസം സാധ്യതകൾ വളരെയധികം ഉള്ള മണ്ഡലമാണ്. അപ്പോൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ഒരു വികസന പദ്ധതി തന്നെ തീർച്ചയായിട്ടും അമ്പലപ്പുഴയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അത് ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് അവർ അവകാശപ്പെടുന്ന, അല്ല അവരുടെ പരസ്യങ്ങളിൽ പറയുന്ന ചില മേഖലകളിലൊന്നാണ് ഹെൽത്ത്, മറ്റൊന്നാണ് എഡ്യൂക്കേഷൻ. അപ്പം ഹെൽത്തിൽ അവർ പ്രത്യേകം എടുത്തു പറയുന്നത് ഈ പറഞ്ഞ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഹൈടെക് ആക്കി, ജില്ലാ ആശുപത്രികൾ വലുതാക്കി, ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ച് എടുത്തു പറയുന്നതിലെ പോലും പല മെഡിക്കൽ കോളേജുകളും വികസിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. സ്പെഷ്യലി ആലപ്പുഴയിൽ മരുന്ന് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അപ്പം ഇത്തരമൊരു വികസനം നടക്കുമ്പം എന്നിട്ടും താങ്കൾ പറഞ്ഞത് കേൾക്കുമ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഇപ്പോഴും വളരെ ഒരു ഒറ്റപ്പെട്ട സംഭവം, ഒരു വിഷയം ഇപ്പോൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ അങ്ങനെ അടച്ചാക്ഷേപിക്കാവുന്ന തരത്തിലൊരു പ്രശ്നം ആലപ്പുഴ മെഡിക്കൽ കോളേജിനുണ്ടോ? ആലപ്പുഴ മെഡിക്കൽ കോളേജിന് ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രവേശനം തന്നെ റോഡുകൾ തകർന്ന് നിൽക്കുന്നൊരവസ്ഥയിലാണ്. അവിടെ കെട്ടിടങ്ങൾ ഉയർന്നു വന്നെങ്കിലും അവിടെ യഥാർത്ഥം ഇപ്പോൾ KC വേണുഗോപാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി 150 കോടി രൂപ ഉപയോഗിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ബിൽഡിംഗ് ഉണ്ടായി. അവിടെ ഒരു നല്ല കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കിടക്കാൻ ICUവിലാകെ 10-15 ബെഡുകളാണുള്ളത്. ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥിതി ഏതാണ്? അപ്പം നമ്മളവിടെ മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യർ നിലത്ത് കിടക്കുകയാണ്, കിടക്കാൻ പൂർണ്ണമായ സൗകര്യങ്ങളില്ല. അപ്പോൾ അടിസ്ഥാനപരമായി നേരത്തെ പറഞ്ഞതുപോലെ ICU യൂണിറ്റിലെ തന്നെ ബെഡുകൾ വർദ്ധിക്കണം, സൗകര്യങ്ങൾ വർദ്ധിക്കണം, കിടത്താനുള്ള സൗകര്യങ്ങൾ, രോഗികളെ കിടക്കാനുള്ള സൗകര്യം വർദ്ധിക്കണം, ശുചിത്വം വർദ്ധിക്കണം, ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇപ്പം തന്നെ നമുക്കൊരു ഗുരുതരമായ ഒരു അപകടമുണ്ടായി, അവിടെ കാഷ്വാലിറ്റി ചെന്ന ജൂനിയർ ഡോക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അവിടെ ചിലപ്പോൾ വലിയ തിരക്ക് കാരണം അവിടെ കിടന്നു പോകും. അപ്പോൾ മികച്ച ഡോക്ടർമാർ, കൂടുതൽ മികച്ച നേഴ്സിംഗ് സ്റ്റാഫ്, ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെ കൂടുതൽ ആധുനികമാകണം, പുതിയ ബെഡുകൾ വരണം. ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റും ഹൃദയ ചികിത്സാ വിഭാഗവും നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റും ഗൈനക്കോളജി സെക്ഷനിലുമൊക്കെ തന്നെ കൂടുതൽ മികച്ച സൗകര്യങ്ങൾ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഇനിയും നിരവധി വികസന സാധ്യതകളുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, കെട്ടിടങ്ങൾ ഉണ്ടാകുന്നതിനപ്പുറത്ത് ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണല്ലോ സാധാരണക്കാരൻ നമുക്ക് സ്വകാര്യ ആശുപത്രികളിലെ ഇപ്പോൾ ആളുകളുടെ അഡ്മിഷൻ എത്രമാത്രം വർദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ്?
അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ അതിനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയില്ലല്ലോ. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആരോഗ്യ മേഖല ഏറ്റവും കൂടുതൽ ശക്തിപ്പെടേണ്ട ഒന്ന് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പ്രൈമറി നെറ്റ്വർക്കാണ്. ഇപ്പോൾ നേരത്തെ PHCs എന്ന് പറയുന്നത് ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാണ്. അവിടെ എല്ലാം തന്നെ യഥാർത്ഥത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കണം, ബെഡുകൾ വർദ്ധിക്കണം, ഡോക്ടർമാരുടെ എണ്ണം ഒരു ഡോക്ടർ എന്നുള്ളത് കൂടുതൽ ഡോക്ടർമാർ അവിടെ വരണം. എന്ന് പറഞ്ഞാൽ സാധാരണ അസുഖങ്ങൾക്കൊക്കെ തന്നെ മനുഷ്യർ നേരെ പ്രാഥമിക കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട സൗകര്യങ്ങളുണ്ടാകണം. ഒരു ഇടത്തരം സർജറി വരെയൊക്കെ നമുക്ക് തരത്തിൽ താലൂക്ക് ആശുപത്രികളിൽ ഉണ്ടാകണം, അതിനുള്ള സംവിധാനങ്ങളുണ്ടാകണം. ഏറ്റവും വലിയ റെഫറൽ സിസ്റ്റമായിട്ടാണ് അതിൽ മെഡിക്കൽ കോളേജ് മാറേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തേണ്ടത്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം ഈ പ്രാഥമികമായ സെക്ടർ തകർന്നിരിക്കുന്നത് കൊണ്ട് എല്ലാവരും മെഡിക്കൽ കോളേജ് ചെല്ലും, മെഡിക്കൽ കോളേജിൽ വലിയ തിരക്ക്, അവിടെയും സൗകര്യമില്ല, പിന്നെ ജീവൻ രക്ഷിക്കാൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇപ്പോൾ തന്നെ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ പറഞ്ഞിട്ടില്ല, ഞാൻ സ്വകാര്യ ആശുപത്രിയിൽ പോയി രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റത്തിൽ അത് വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. താങ്കൾ വിദ്യാർത്ഥികളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ അടുത്തിടയ്ക്ക് കാണുന്ന ഒരു ട്രെൻഡ്, അല്ലെ കഴിഞ്ഞ ഒരു 10-15 വർഷമായി കാണുന്ന ഒരു ട്രെൻഡ്, യുവാക്കൾ കേരളം വിട്ടു പോകുന്നു. യുവാക്കൾ കേരളം വിട്ടു പോകുന്നതിനും അപ്പുറം പൊതുരംഗത്തേക്ക് വരുന്നതിൽ വലിയ മടി കാണിക്കുന്നു. അത് രാഷ്ട്രീയം മാത്രമല്ല, മറ്റ് എല്ലാ മേഖലയിലും. എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് യുവാക്കളെ ആകർഷിക്കുന്നത്? യുവാക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നില്ല എന്നെനിക്ക് അഭിപ്രായമില്ല. മികച്ച കാലിബറുള്ള നിരവധി കുട്ടികൾ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ KSUയിലൂടെ അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയും നല്ല ആളുകളുമുണ്ട്. എന്നാൽ ഒരു വലിയൊരു ജനറേഷൻ പുറത്തു നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതും. ഇപ്പോൾ പുതിയ കാലത്തെ ചെറുപ്പക്കാരൻ്റെ പ്രതീക്ഷകൾ അത് അഡ്രസ്സ് ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികളും കൂടുതൽ തയ്യാറാകണം. ഇപ്പോൾ തന്നെ മൈഗ്രേഷനെ കുറിച്ചുകൂടെ സംസാരിക്കുന്നു. നമുക്കറിയാം 18 വയസ്സൊക്കെ ആവുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ നേരെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് വിദേശത്ത് പോകുന്നത്? വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നതിൽ 2 കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിയത്. ഒന്ന്, കൂടുതൽ വരുമാനം, നല്ല ജോലികൾ ലഭിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് അതിന് ആവശ്യമായ വരുമാനം ഉള്ള തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നത് ഒരു സത്യമാണ്. രണ്ടാമത്തെ കാര്യം എന്നത് എനിക്ക് തോന്നുന്നു കൂടുതൽ സ്വാതന്ത്ര്യവും അതിനകത്തൊരു ഘടകമാണ്. അപ്പോൾ അവർക്ക് പുതിയ കാലത്തിനനുസരിച്ച് ഇപ്പോൾ പഴയ കാലത്തെ പോലെയല്ല, ലോകത്ത് എവിടെയും നടക്കുന്ന മാറ്റങ്ങൾ അറിയാം. അപ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നത് കൂടുതലും വിദേശത്തായിരിക്കണം. അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്? രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ, വരുമാനമുള്ള തൊഴിൽ ലഭിക്കാൻ ആവശ്യമായ നടപടികൾ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കണം. ഭരണാധികാരികൾ സ്വീകരിക്കണം. അതിന് ഒന്ന്, സർക്കാർ ഭാഗത്തു നിന്ന് തന്നെ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങളുണ്ടാകണം. 2, നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായി സ്വകാര്യ മൂലധനവും അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെയുള്ള സ്ഥാപനങ്ങളിലൂടെയും ചെറുപ്പക്കാർക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ എന്നതൊരു ഘടകമാക്കിയെടുക്കണം. 2, ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളനുസരിച്ച് നമ്മുടെ നാട്ടിലും ആ മാറ്റങ്ങൾ നടപ്പിലാക്കണം. അതായത് വിദേശ സർവകലാശാലകൾ കുട്ടികൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ ഉൾപ്പെടെ അവസരങ്ങൾ കൊടുക്കണം. നല്ല കോഴ്സുകൾ ഇവിടെ പഠിക്കാൻ, വിദേശത്ത് പോയി പഠിക്കുന്ന മികച്ച കോഴ്സുകൾ ഇവിടെ തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാകുക എന്നത് ഒരു മികച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ കുട്ടികൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ലോകത്തുണ്ടാകുന്ന ഇപ്പോൾ വൈഫൈ ഒരു എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് കൂടുതൽ ജനങ്ങളിൽ, ഏറ്റവും സാധാരണക്കാർക്ക് അത്തരത്തിൽ ഒരു സൗകര്യങ്ങൾ ഉണ്ടാകണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പുതിയ അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങളെ സംബന്ധിച്ച് കുട്ടികൾക്ക് അതിലും അവർക്ക് പരിശീലനവും അത് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങളുണ്ടാകണം. മറ്റ് തരത്തിൽ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് ഓപ്പൺ ജിമ്മുകൾ, നമുക്കറിയാം വിദേശങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഓപ്പൺ ജിമ്മുകളുടെ ആവശ്യമുണ്ട്, ഓപ്പൺ തിയേറ്ററുകളുടെ ആവശ്യമുണ്ട്. കുട്ടികൾക്ക് കളിസ്ഥലങ്ങൾ, ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും സ്പോർട്സ് ഒരു പ്രധാന ഘടകമാണ് ആളുകളെ ആകർഷിക്കുന്നതിൽ, പിടിച്ചു നിർത്തുന്നതിൽ. നേരത്തെ നമുക്കുള്ള സംവിധാനങ്ങളില്ല, കല മാറിക്കൊണ്ടിരിക്കുന്ന. പക്ഷേ ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ കുട്ടികൾ രാഷ്ട്രീയത്തിലേക്കോ അല്ലെ പൊതുരംഗത്തേക്കോ വരാതിരിക്കുന്നത്? രാഷ്ട്രീയത്തിലേക്ക് വരെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഒരു ചിലപ്പോൾ അതൊരു ട്രസ്റ്റ് ഡെഫിസിറ്റ് കൊണ്ടായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസരാഹിത്യം. രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇപ്പോഴും പല ചെറുപ്പക്കാർക്കുമുള്ളൊരു പ്രധാനപ്പെട്ട ധാരണ എന്നത് അതൊരു അഴിമതിയുടെ കേന്ദ്രമാണ്, ഒരു മോശപ്പെട്ട കാര്യമാണ് രാഷ്ട്രീയം എന്നൊരു ചിന്തയുണ്ട്. യഥാർത്ഥത്തിൽ ഒരു നാടിനെ രൂപപ്പെടുത്തുന്നത് രാഷ്ട്രീയമാണ്. ഒരു നാടിൻ്റെ പോളിസീസ് എന്താണെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ പാർട്ടികളും അതിന് നേതൃത്വം കൊടുക്കുന്നവരുമാണല്ലോ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അത്തരത്തിൽ യഥാർത്ഥത്തിൽ ആ ഒരു സാമൂഹ്യ ബോധം കൂടുതൽ ഉണ്ടാകേണ്ടതുണ്ട്. നല്ല ആളുകൾ രാഷ്ട്രീയത്തിൽ വന്നെങ്കിൽ മാത്രമേ നാട് മെച്ചപ്പെടുത്തുകയുള്ളൂ എന്നൊരു അടിസ്ഥാന ചിന്തയും
രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്കിതിൽ പിടിച്ചു നിർത്താൻ ആവശ്യമായ ഒരു അവസരങ്ങളും രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ യുവാക്കൾക്ക് കൂടുതൽ അവസരം കൊടുക്കുന്ന സാഹചര്യം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞതുപോലെ ഉയർന്ന ധാർമ്മികത രാഷ്ട്രീയ നേതൃത്വവും പുലർത്തേണ്ടതുണ്ട്. അത് വരുമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തനം ഒരു വരുമാന മാർഗമായി പറ്റില്ല, ജോലിയും തൊഴിലും അതിനോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വിഷയങ്ങളിലെടുക്കേണ്ട തീരുമാനം, ഇപ്പോൾ അഴിമതിയെ ഒഴിപ്പിച്ച് നിർത്തുക, കുറേ കൂടി പിന്നെ സത്യസന്ധമായ കാപട്യം കുറച്ചുകൊണ്ടുള്ള സത്യസന്ധമായ ഇടപെടൽ, മികച്ച കാഴ്ചപ്പാടുകൾ, ആശയങ്ങൾ വ്യക്തമാക്കുക എന്നത്. ഒരു നാടിനെ നയിക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തകൻ മികച്ച ആശയങ്ങളുള്ളവരായിരിക്കണം, നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ചെറുപ്പക്കാർ കൂടുതൽ ഇതിലേക്ക് കടന്നു വരും. യൂത്ത് കോൺഗ്രസിനെ നയിച്ചിട്ടുള്ള നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇന്നത്തെ യുവജന പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് യൂണിയനുകളെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ് അവരുടെ ഒരു പ്രവർത്തനത്തെ ഇപ്പോൾ കാണുന്നത്? വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും യുവജന പ്രസ്ഥാനങ്ങളും അതൊരു നമുക്ക് അവരുടെ പ്രവർത്തനം മോശമാണെന്നൊരിക്കലും വിലയിരുത്താൻ സാധ്യമല്ല. മികച്ച ചെറുപ്പക്കാർ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും മികച്ച യുവജന നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ കാലത്തിനനുസൃതമായി അവർ ഇപ്പം 15 വർഷം മുമ്പുള്ള ഒരു സമര രീതിയോ പ്രവർത്തന ശൈലിയോ അല്ല ഇന്നുള്ളത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങൾ ഇത്രമാത്രം പ്രചാരത്തിലില്ല. പ്രിൻ്റ് മീഡിയയും അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരവരുടെ പ്രവർത്തന ശൈലി അവർക്ക് അത്തരത്തിൽ അവർ കാലാനുസൃതമായ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിനെ നമ്മളത് റീൽസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നതൊന്നും ആക്ഷേപിക്കുന്നൊന്നും കാര്യമില്ല. അതും ഇതിൻ്റെ ഭാഗമാണ്. അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഒരു പ്രചരണപരമായ ഒരു കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഷയങ്ങളെ കൂടുതൽ നവമാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ച് യുവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ഞാനതിനെ മോശമായി കണക്കാക്കുന്നില്ല. ശ്രീ രാഹുൽ ഗാന്ധി മുൻപ് പറഞ്ഞിട്ടുണ്ട്, വെറുപ്പിൻ്റെ കടയടച്ച് സ്നേഹത്തിൻ്റെ കട തുടങ്ങണം. അദ്ദേഹത്തിൻ്റെ ആശയം പലപ്പോഴും അതുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അദ്ദേഹം കേരളത്തിലെ നേതാക്കളുമായിട്ട് അതേ സന്ദേശം തന്നെ ആയിരിക്കും സ്വാഭാവികമായി നൽകുന്നത്. എത്രത്തോളം അത് പ്രാവർത്തികമാകുന്നുണ്ട് കേരളത്തിലെ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ? അദ്ദേഹം വെറുപ്പിൻ്റെ രാഷ്ട്രീയം മാറ്റിവെക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെയും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തന ശൈലിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ബ്രിട്ടീഷുകാരുടെ ഒരു പോളിസിയാണ് ഡിവൈഡ് ആൻഡ് റൂൾ. ഈ രാജ്യത്തെ ഒരു മതപരമായി ഭിന്നിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് BJP നേതൃത്വത്തിലുള്ള ഒരു മുന്നണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു കാര്യം. അതിനുവേണ്ടി അവർ നിരവധി മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷണത്തെ ഒരു വെറുപ്പിൻ്റെ മാർഗ്ഗമായി നിൽക്കുന്നു. ഇപ്പോൾ മാംസം കഴിക്കുന്നവർ കുഴപ്പക്കാരാണ്, ബീഫ് കഴിച്ചാൽ കുഴപ്പം, അങ്ങനെയുള്ളവരെ ആക്രമിക്കുന്നു. അതൊരു ഇതമായി വസ്ത്രധാരണം, തൊപ്പി വെച്ച് മതപരമായ ചിഹ്നം നീക്കുന്നു എന്നവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം, ഹിജാബ് വെക്കുന്നവരെ ആക്രമിക്കുന്നു, കന്യാസ്ത്രീകളുടെ ഡ്രസ്സ് ഇടുമ്പോൾ അവരെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവരെ ആക്രമിക്കുന്നു. അപ്പോൾ ഭക്ഷണത്തെ, വസ്ത്രത്തെ, ഭാഷയെ, ജനതയെ, പ്രദേശങ്ങളെ ഇതെല്ലാം തന്നെ വിഭജനത്തിനുള്ളൊരു ഇനമായി ഉപയോഗിക്കുന്നതിനെതിരെയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. അദ്ദേഹം വെറുപ്പ് എന്നതിനെ ഇത്തരത്തിൽ ഒരു ഹെയ്റ്റ് ക്യാമ്പയിന് അതിരെ അദ്ദേഹം ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് സ്നേഹം തന്നെയാണ്, മാനവികത തന്നെയാണ്. ഈ മാനവികത എന്നത് ഇന്ത്യയുടെ ജീനിലുള്ള ഒന്നാണ്. മഹാത്മാഗാന്ധി പ്രതിദാനം ചെയ്തത് അതാണ്. അപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആ ഒരു രാഷ്ട്രീയത്തിന് കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ട്. ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളെക്കാൾ കൂടുതൽ തന്നെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ അക്സെപ്റ്റൻസ് ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനെ ചെറുക്കാനും അദ്ദേഹത്തിനെതിരെ തന്നെ ഹേറ്റ് ക്യാമ്പയിൻ നടത്താനും പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും കേരള സമൂഹം അത് രാഹുൽ ഗാന്ധിക്കൊപ്പം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന്, സമന്വയത്തിൻ്റെ രാഷ്ട്രീയത്തിന് വലിയ പിന്തുണ നൽകുന്നുണ്ട് എന്നാണ് എൻ്റെ അനുഭവം. ഇത് അദ്ദേഹം പറഞ്ഞത് ദേശീയ രാഷ്ട്രീയത്തെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ പോലും കേരളത്തിൽ ഇതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ കോൺഗ്രസ് അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? അതായത് അദ്ദേഹം മുന്നോട്ട് വെച്ച വെറുപ്പിൻ്റെ രാഷ്ട്രീയം ലോകത്താകമാനമുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ട്രംപ് ഇപ്പോൾ അവിടെ ഈ അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ലോകത്തെല്ലാവർക്കും സ്വാഗതം ചെയ്യപ്പെടുന്ന അതായിരുന്നു അതിൻ്റെ ഒരു സങ്കല്പമായിരുന്നു. അവരുടെ അമേരിക്കൻ ഐക്യനാടുകളിലെ ശില്പികൾ അങ്ങനെയാണ് വിഭാവനം ചെയ്തത്. ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത് എന്താ, ആ നാടിനെ സൃഷ്ടിക്കാൻ വേണ്ടി അവിടെ വന്നിരുന്ന മനുഷ്യരെ ഇപ്പോൾ ചങ്ങലക്കിട്ട് ലോകത്ത് കൊണ്ടുവിടുകയാണ്. ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്നത് അല്ലെങ്കിൽ പോളറൈസേഷൻ്റെ രാഷ്ട്രീയം എന്ന് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അത് പ്രതിദാനം ചെയ്യുന്ന നരേന്ദ്രമോദി ഉൾപ്പെടുന്ന BJP രാഷ്ട്രീയമാണത് പ്രതിദാനം ചെയ്യുന്നത്. അപ്പോൾ അത് കേരളത്തിലും അതിന് ഇതുണ്ട്. കേരളത്തിൽ തന്നെ നിലവിൽ സംഭവങ്ങൾ നമ്മൾ കാണും. ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ പ്രദർശിപ്പിക്കുന്നു. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ ആരെങ്കിലും നിർബന്ധിത മതപരിവർത്തനത്തിലുള്ള സ്ഥലമാണോ ഇത്? ഒരിക്കലുമല്ല.
പക്ഷേ അത്തരൊരു പ്രൊപ്പഗണ്ടയാണ് കേരളത്തിൽ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത്. ഓരോ വിഷയങ്ങളെയും അത്തരത്തിൽ ഒരു വിഭജനത്തിനും വെറുപ്പിനും വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് സത്യമാണ്. അപ്പോൾ കേരള ജനത ജാഗ്രതയോടുകൂടി അതിനെ ചെറുക്കണം. അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനവും വെറുപ്പിൻ്റെ നാടായി മാറും ഭാവിയിൽ. പക്ഷെ നമ്മൾ ഈ ഇലക്ഷനുകളിലെ ഒരു വോട്ട് ഷെയറിൻ്റെ ഇൻക്രീസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 2-3 ഇലക്ഷൻ എടുക്കുമ്പം ഈ പറഞ്ഞ ദേശീയ രാഷ്ട്രീയം അല്ലെങ്കിൽ എൻ ഡി എക്ക് കിട്ടുന്ന വോട്ടിൻ്റെ ഷെയർ കൂടി വരികയാണ്. അതിൻ്റെ അർത്ഥം ഏതോ ഒരു വിഭാഗം ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ്. കുറച്ചുകൂടി വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അറിയാം, യുവാക്കളാണ് കൂടുതലും BJP-യിലേക്കും NDA പ്രസ്ഥാനങ്ങളിലേക്കും പോയിരിക്കുന്നത്. അപ്പം യുവാക്കളെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് അവിടെയുണ്ട്. അവിടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല. ഇപ്പോൾ ഒന്ന് വലിയ തോതിൽ നടക്കുന്നൊരു ക്യാമ്പയിൻ നമുക്കറിയാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളെയും ജനമനസ്സുകളെയും ക്യാമ്പയിൻ സ്വാധീനിക്കും. അപ്പം നിലവിൽ വിഷ്വൽ മീഡിയ, രാജ്യത്താകമാനമുള്ള പ്രധാനപ്പെട്ട വിഷ്വൽ മീഡിയ എല്ലാം തന്നെ BJP നിയന്ത്രണത്തിലാണ്. പ്രിൻ്റ് മീഡിയ അവരുടെ വളരെ കേരളം പോലുള്ള ചുരുങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ലെഗസി മീഡിയ, ഈ പരമ്പരാഗത മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഇവരുടെ നിയന്ത്രണത്തിലായി എന്ന് സത്യമാണ്. അപ്പോൾ അതുവഴി നടക്കുന്ന ഒരു ക്യാമ്പയിൻ, ഏകപക്ഷീയമായ ഒരു പ്രചരണം, നവമാധ്യമ അക്കൗണ്ടിൽ വഴി നടക്കുന്ന വലിയൊരു ക്യാമ്പയിൻ, ഹേറ്റ് ക്യാമ്പയിൻ, ഇപ്പോൾ വാട്സാപ്പ് വഴി പ്രചരിപ്പിക്കുന്ന നുണകൾ. അപ്പോൾ ഒരു വലിയൊരു നുണ ഫാക്ടറി തന്നെ ഇവരുടെ ഒരു അജണ്ട പ്രചരിപ്പിക്കാൻ നടത്തുന്നു എന്നതൊരു സത്യമാണ്. അപ്പോൾ അതൊക്കെ കുറേ സ്വാധീനിക്കപ്പെടും. സ്വാഭാവികമായി 10-15 വർഷക്കാലമായി നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ. പക്ഷേ കേരളത്തിൽ അത്രയും ഉണ്ടായിട്ടില്ല. എങ്കിലും കുറേ ആളുകൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അവർ മുന്നോട്ട് വെക്കുന്ന അജണ്ടയ്ക്കെതിരായ ശക്തമായ ക്യാമ്പയിൻ നടത്താനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 മുന്നണികൾക്കുമുണ്ട്. UDF-നുമുണ്ട്, LDF-നുമുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു LDF-ൻ്റെ ഒരു ക്യാമ്പയിനിലൊന്നും തന്നെ അവരും ഇത്തരം വർഗീയ ക്യാമ്പയിന് വേണ്ടി നിൽക്കുകയാണ്. ഇത്തരത്തിൽ മതവർഗീയതയെ ഉപയോഗപ്പെടുത്തി ഭിന്നിപ്പുണ്ടാക്കി എങ്ങനെ അധികാരത്തിൽ വരാമെന്നുള്ളതാണ് ഇപ്പോൾ CPM-ൻ്റെയും ഒരു ടാർഗറ്റ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവർ ഒരു BJP-ക്കും അല്ലെങ്കിൽ സംഘപരിവാറും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അനുകൂലമായ നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് കലക്കയെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കിത് കാണാൻ സാധിക്കും. ദത്താത്രേയ ഹോസബോളയെ കാണാൻ പോയത് അജിത് കുമാറാണ്. എന്തിനായിരുന്നു രഹസ്യ കൂടിക്കാഴ്ച? ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമല്ല. പക്ഷേ അയാളെ സംരക്ഷിക്കുകയാണ്. അങ്ങനെ നിരവധി വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ സംഘപരിവാർ വളർച്ചയിൽ അല്ലെങ്കിൽ BJP-യുടെ വളർച്ചയിൽ LDF-ന് ഒരു വലിയ പങ്കുണ്ടെന്ന് നിഷേധിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിന് കൂടി ഗുണമുണ്ടത് കൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. എസ്പെഷ്യലി PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് കേരളത്തിന് ഗുണമുള്ളത് കൊണ്ട് ചെയ്തു എന്നാണെന്ന് ഗവൺമെൻറ് പറഞ്ഞത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ട്. യഥാർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, കേരളം ഭരിക്കുന്ന പാർട്ടി, ഇവർ തമ്മിൽ ഒരു അലയൻസ് ഇല്ലാതെ, രാഷ്ട്രീയ കാര്യങ്ങളിലല്ല ഞാൻ പറയുന്നത്, ഭരണകാര്യങ്ങളുടെ ഒരു അലയൻസ് ഇല്ലാതെ രാജ്യത്തിന് ഗുണമുണ്ടാകത്തില്ല, സംസ്ഥാനത്തിന് ഗുണമുണ്ടാകും. ഭരണപരമായ കാര്യം അലയൻസ് വേണമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഒരു തെറ്റല്ലല്ലോ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവിടെ കൊണ്ടുവരണം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിൽക്കണം. ദേശീയപാതയുമായി ബന്ധപ്പെട്ടപ്പോൾ ദേശീയപാതയിലെ തന്നെ ഇതിന് അശാസ്ത്രീയമായിരിക്കുന്ന റോഡ് നിർമ്മാണം, ഇപ്പോൾ ഗവൺമെൻറ് അവരോട് കേന്ദ്ര സർക്കാരോട് സംസാരിക്കണം. ഇത്തരത്തിൽ നിർമ്മാണ പദ്ധതികൾ അനുയോജ്യമല്ല, നിങ്ങൾ സഹകരിക്കണം, അതിൻ്റെ പ്രോജക്റ്റുകൾ നൽകണം. കൂടുതൽ മണ്ണ് നിറച്ച് ദുർബലമായ ബേസിലുണ്ടാക്കി ഇടിഞ്ഞു പോകുന്ന സാഹചര്യം കേരളത്തിൻ്റെ പ്രത്യേക പരിസ്ഥിതിയെ മനസ്സിലാക്കിക്കൊണ്ട് മാറണം. ഇതൊക്കെ ഓക്കെ. പക്ഷേ അത് പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടയ്ക്ക് കൂട്ടുന്നുണ്ടാവരുത്. ഇപ്പോൾ PM ശ്രീ എതിർക്കുന്നതിൻ്റെ കാരണം എന്താ? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ആമുഖത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് വളരെ കൃത്യമായ രീതിയിലൊരു സെക്കുലറായ ഒരു അജണ്ട അല്ല. നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഹൈന്ദവ പാരമ്പര്യമുണ്ട്, ഇസ്ലാമിക പാരമ്പര്യമുണ്ട്, ക്രൈസ്തവമുണ്ട്, പാഴ്സിയും ജൈന്, സിഖ് എല്ലാവരും ഉണ്ട്. കാരണം നമുക്കൊരു ഓരോ കാലഘട്ടത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് ഈ വ്യത്യസ്തമായ മതവിഭാഗങ്ങളും വ്യത്യസ്തമായ മനുഷ്യരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേവലം ഒരു ഹൈന്ദവ സംസ്കാരം മാത്രമല്ല. ഇപ്പം ഞാൻ ഹൈന്ദവ വിശ്വാസി ആയതുകൊണ്ട് ഹൈന്ദവ സംസ്കാരം മാത്രമാണ് രാജ്യത്തിലുള്ളതെന്ന് പറയാൻ സാധിക്കും. അല്ല, ഇതെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. ഇന്ത്യയുടെ ഭൂതകാലം അതായിരുന്നു. പക്ഷേ അപ്പോൾ ഈ PM ശ്രീ വഴി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയെ കൃത്യമായി തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വം ഈ കേരളം ഭരിക്കുന്നവർക്കുണ്ട്. ഇപ്പോൾ PM ശ്രീ ഒപ്പിട്ടത് എങ്ങനെയാണ് അല്ലോ അറിഞ്ഞു? ഇവിടെ വിശദമായ ഒരു ചർച്ച നടക്കണ്ടേ? കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കണം, നിയമസഭയെ വിശ്വാസത്തിലെടുക്കണം, ക്യാബിനറ്റിനെ വിശ്വാസത്തിലെടുക്കണം. പിണറായി വിജയൻ ഒപ്പിട്ട് വന്നത് CPI പോലും അറിഞ്ഞില്ലല്ലോ. അങ്ങനെയല്ലല്ലോ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത്. ഈ കഴിഞ്ഞ 5 വർഷത്തെ അല്ലെ 10 വർഷത്തെ ഗവൺമെൻറ്
ഏറ്റവും വലിയ പരാജയമെന്ന് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട പരാജയമായി ഞാൻ കണക്കാക്കുന്നത് ഒന്ന് എംപ്ലോയ്മെൻറ്റ് ജനറേഷനിലാണ്. ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചില്ല. മാത്രമല്ല പഠിച്ചിറങ്ങുന്നവർക്ക് തൊഴിൽ കൊടുക്കാൻ ഈ ഗവൺമെൻറ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. അതേസമയത്ത് തന്നെ നിരവധി പിൻവാതിൽ നിയമനങ്ങൾ ഇവർ ഒരു പരീക്ഷകളുമില്ലാതെ അവർ നടത്തി. PSCയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി. 1ാം റാങ്ക് കിട്ടിയ കുട്ടികൾ ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ റദ്ദാക്കി. അപ്പോൾ തൊഴിൽ മേഖലയിൽ ഈ സർക്കാർ ഒരു വലിയ പരാജയമായിരുന്നു എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 2, ഹെൽത്ത് സെക്ടർ ഒരു പ്രശ്നം തന്നെയാണ്. ഹെൽത്ത് സെക്ടറിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങേയറ്റം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പൊതുജനാരോഗ്യ സമ്പ്രദായം തകർന്നു എന്നുള്ള ഒരു കാര്യത്തിലാണ്. 3ാമത് പരമ്പരാഗത വ്യവസായങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു ഗവൺമെൻറ് ഒരു സമ്പൂർണ്ണ പരാജയമാണ്. അത് തീരദേശത്തെ മത്സ്യബന്ധന മേഖലയാണെങ്കിലും കയർ മേഖലയാണെങ്കിലും കശുവണ്ടി മേഖലയാണെങ്കിലും പരമ്പരാഗതമായ തൊഴിൽ മേഖലകളിൽ ഇവർ സമ്പൂർണ്ണമായൊരു പരാജയമാണ്. 4ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ധനകാര്യ മാനേജ്മെൻറ്റിൽ ഇവർ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് വൻതോതിൽ കടമെടുക്കേണ്ടി വരുന്നത്. 6 ലക്ഷം കോടി രൂപയുടെ കടത്തിലൂടെ കേരളം കടന്നു വരികയാണ്. പക്ഷേ ആ കടത്തിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റി ഉണ്ടായില്ല. സംസ്ഥാനത്തിന് വരുമാന വർധനയ്ക്കുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അഴിമതിയും അക്രമവും, വലിയ അഴിമതിയാണ് ഈ ഗവൺമെൻറ് കാലത്ത് നടന്നത്. അത് കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിലെ മാസപ്പടി വിഷയമാണെങ്കിലും മറ്റെല്ലാ തരത്തിലും. പിന്നെ ക്രമസമാധാനം നമ്മൾ കാണുന്നതല്ലേ. DYFIക്കാർ മുഴുവൻ നാടിൻ്റെ ക്രമസമാധാനം തകർക്കുകയല്ലേ. പോലീസിന് വല്ല വിലയുണ്ടോ? മയക്കുമരുന്ന് വ്യാപനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ. കേരള സമൂഹത്തെ ഏറ്റവും ബാധിക്കുന്നൊരു പ്രശ്നമായി ലഹരി മയക്കുമരുന്ന് വ്യാപനം ഉണ്ടായിരിക്കുന്നു. മദ്യവ്യാപനത്തിൻ്റെ കാര്യത്തിലും ലഹരിയുടെ വ്യാപനത്തിലും ഈ സർക്കാർ വളരെ ഒരു വലിയ പരാജയമായിരുന്നു. ഈ 2 കാര്യങ്ങളിലും അവർ കേരള സമൂഹത്തിന് ദോഷകരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇടതുപക്ഷ ഗവൺമെൻറ് നല്ലതായി ചെയ്ത് എന്തെങ്കിലും എടുത്തു പറയാവുന്നുണ്ടോ? അല്ല, അങ്ങനെ എടുത്ത് പറയത്തക്ക ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്വാഭാവിക വികസനത്തിനപ്പുറത്ത് കേരളത്തിന് ലോങ് ടേം വികസന പദ്ധതികൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇപ്പോൾ വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്, വിമാനത്താവളങ്ങൾ ആ കാലഘട്ട സൃഷ്ടിയാണ്, മെട്രോ സൃഷ്ടിയാണ്. അതേസമയം ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ച പദ്ധതി ഇപ്പോൾ കേരളയിൽ ഒരു അതിവേഗ തീവണ്ടിപ്പാത ആവശ്യമാണ്. പക്ഷേ അത് കൊണ്ടുവരേണ്ടത് നല്ല ബുദ്ധിയോടും നല്ല കാഴ്ചപ്പാടോടും ഉണ്ടാകണം. ജപ്പാനിൽ നിന്ന് കണ്ടം ചെയ്ത് കൊണ്ടുവന്ന ട്രെയിനുകളും ഏറ്റവും പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങളിലൂടെ കൊണ്ടുപോകുന്ന പ്ലാനും അതുവഴി വിദേശത്തു നിന്ന് എടുക്കുന്ന 10-40,000 കോടി രൂപയുടെ ലോണും ഒക്കെ മുൻനിർത്തി കാര്യം ചെയ്താൽ പറ്റുമോ? അതേസമയം അതിവേഗ തീവണ്ടിപ്പാത എന്നത് കാഴ്ചപ്പാടോടുകൂടി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് കേരളത്തിൻ്റെ പൊതു ആവശ്യം രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നമ്മളതിനെ അംഗീകരിച്ചാനെ. ആ കാഴ്ചപ്പാടിൻ്റെ മിസ്സിങ്ങിനെയാണ് എതിർക്കുന്നത്. വളരെ നന്ദി ശ്രീ എം. ലിജു. ഇത്രയധികം സമയം നമുക്ക്. ഓക്കെ, താങ്ക് യു.